അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിൽ പറയുന്നു, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും മത്സരിച്ചു മുന്നേറൂ. തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അത് തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. ആരാണ് ആ മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. എളുപ്പമുള്ളപ്പോഴും പ്രയാസമുള്ളപ്പോഴും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ. വൽ കാളിമീനൽ ഗൈള. കോപത്തെ അടക്കി വെക്കുന്നവരാകുന്നു അവർ. വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാകുന്നു അവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അത്തരം സുഹൃതവാന്മാരെ, ഇഹ്സാനിന്റെ ഉടമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. മുഫസ്സിരീങ്ങൾ പറയുകയാണ്, കോപം അടക്കി വെക്കുന്നതിൻ്റെയും ആളുകൾക്ക് മാപ്പ് നൽകുന്നതിൻ്റെയും പ്രാധാന്യം ഈ ആയത്തിൽ നിന്ന് ലഭിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർക്കാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, അൽ കാദിമീനൽ ഗൈദ്. കോപത്തെ അടക്കി വെക്കണം. 2, വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് മാപ്പ് നൽകണം. 3-മത്തത്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു ഇഹ്സാൻ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇത് 3 യഥാർത്ഥത്തിൽ 3 തലങ്ങളാണ്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്ത് പ്രവേശിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. അതിൽ ഏറ്റവും 1-മത്തത് കോപത്തെ അടക്കി വെക്കണം. കോപമെന്നത് തീർച്ചയായും മനുഷ്യന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ കോപിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. മറിച്ച് കോപമുണ്ടാകും, പക്ഷേ അതിനെ പിടിച്ചു വെക്കും. കള്മ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് ശരിക്കും അർത്ഥം. അല്ലെങ്കിൽ വല്ലതും കുടിക്കുക, വയറ്റിലേക്ക് തന്നെ എടുക്കുക, പുറത്തേക്ക് വിടാതെ, അതിനാണത് പറയുക. അപ്പോൾ ഗൈദിനെ കള്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോപത്തെ പിടിച്ചു വെക്കുക. വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ മിൻ ജുർഅത്തിൻ അഅ്ളമ അജ്റൻ ഇൻദല്ലാഹി തബാറക വ തആല മിൻ ജുർഅത്തി ഗൈദിൻ കളമഹൽ അബ്ദു യബ്തഗി ബിഹി വജ്ഹല്ലാഹി അസ്സ വജൽ. മനുഷ്യൻ പിടിച്ചു വെക്കുന്ന, മനുഷ്യൻ ഇറക്കുന്ന വിഷയങ്ങളിൽ വെച്ച് അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും പ്രതിഫലാർഹമായത് ഒരടിമ അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് തനിക്കുണ്ടായ കോപത്തെ, ദേഷ്യത്തെ പിടിച്ചു വെക്കലാണ്. അത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കളമ ഗൈളൻ വഹുവ യഖ്ദിറു അലാ അൻ യുൻഫിദഹു ദഅാഹു അല്ലാഹു അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂരിൽ ഈനി മാ ഷാ. ഒരാൾ തന്റെ ദേഷ്യം പിടിച്ചു വെച്ചു, പ്രത്യേകിച്ചും ആ ദേഷ്യം പിടിച്ച വിഷയത്തിൽ കോപത്തോടുകൂടി പ്രവർത്തിക്കാൻ അയാൾ കഴിവുള്ള ആളായിരിക്കെ തന്നെ, തെറ്റ് ചെയ്തത് ഭാര്യയാണ്, തെറ്റ് ചെയ്തത് മക്കളാണ്, തെറ്റ് ചെയ്തത് തന്റെ കീഴിലുള്ള ആളുകളാണ്, അനുയായികളാണ്, തെറ്റ് ചെയ്തത് തന്റെ നാട്ടിലെ പൗരന്മാരാണ്. ഇങ്ങനെ തുടങ്ങി ഏത് മേഖലയിലും തനിക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരാൾക്ക് ദേഷ്യമുണ്ടായിട്ടും ആ ദേഷ്യത്തെ ആരെങ്കിലും പിടിച്ചു വച്ചാൽ ഖിയാമത്ത് നാളിൽ സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം സകലരുടെയും സാന്നിധ്യത്തിൽ ആ വ്യക്തി വിളിക്കപ്പെടും. അല്ലാഹു വിളിക്കും അയാളെ. എന്നിട്ട് പറയും, ഹൂറുല്ലീങ്ങളിൽ നിന്ന്, സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇണകളിൽ നിന്ന് ഇഷ്ടമുള്ളത്രയും തെരഞ്ഞെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ദേഷ്യത്തെ അടക്കി വെക്കുക. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദേഷ്യം പിടിച്ചേക്കാം. നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന ആളുകൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തു കൊള്ളണമെന്നില്ല. നമുക്ക് ദേഷ്യമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന, കോപമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലും നിന്നും ഉണ്ടാകാം. പക്ഷേ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ ദേഷ്യത്തെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മനുഷ്യൻ നടത്തുന്ന ജിഹാദുകളിൽ വെച്ച് ഏറ്റവും ശക്തമായ ജിഹാദ്
തനിക്ക് കോപമുണ്ടാകുമ്പോൾ ഹൃദയത്തെ അടക്കി വെക്കാൻ വേണ്ടി ചെയ്യുന്ന ജിഹാദാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ, മല്ലയുദ്ധത്തിൽ എതിരാളിയെ തോൽപ്പിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുമ്പോൾ തന്റെ നഫ്സിനെ പിടിച്ചു വെക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. തനിക്ക് വസിയ്യത്ത് നൽകണം എന്നുള്ള ഒരു ഉപദേശം തേടിക്കൊണ്ടുവന്ന സ്വഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു പറഞ്ഞത് ലാ തഗ്ളബ്, നീ കോപിക്കരുത്. അദ്ദേഹം ആവർത്തിച്ചു, പ്രവാചകനും ആവർത്തിച്ചു, വീണ്ടും ആവർത്തിച്ചു, വീണ്ടും പ്രവാചകൻ ആവർത്തിച്ചു, ലാ തഗ്ളബ്. ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതൻ പറയുകയാണ്, ഞാൻ ആ ഹദീസിനെ കുറിച്ച് എമ്പാടും ചിന്തിച്ചു നോക്കി, അവസാനം എനിക്ക് ബോധ്യപ്പെട്ടു, സകല ഷർറുകളുടെയും സകല ഉൽമകളുടെയും ഒരു അടിസ്ഥാന കാരണമായി നിലകൊള്ളുന്നത് കോപമാണ്. ആ കോപം വരുമ്പോൾ അതിനെ പിടിച്ചു വെക്കാൻ കഴിയാത്തപ്പോഴാണ് ആളുകൾ തെറ്റായ രൂപത്തിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും എന്നെനിക്ക് മനസ്സിലായി എന്ന് നമുക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ് ദേഷ്യം പിടിക്കുന്ന സന്ദർഭത്തിൽ അതിനെ അടക്കി വെക്കാനും ഹൃദയത്തെ പിടിച്ചു വെക്കാനും നമുക്ക് സാധിക്കണം.